ഇന്നത്തെ ക്ലാസ്സിൽ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻ ഡെറിവേറ്റീവ് ട്രേഡിങ്, അതേപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, ലോട്ട് സൈസ്, പിന്നെ നമുക്കിനി ഇതിൽ എടുക്കാനുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ടായിരുന്നു. അത് പേ ഓഫ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, ഹെഡ്ജിങ് ത്രൂ ഡെറിവേറ്റീവ്സ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിനി എടുക്കാനുള്ളത്. അത് ഒന്നുകൂടെ പറയാം. മാർജിൻ റിക്വയർമെൻറ്റ്സ്, സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, ലോട്ട് സൈസ്, പേ ഓഫ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, ഹെഡ്ജിങ് ത്രൂ ഡെറിവേറ്റീവ്സ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് തീരും. അപ്പോൾ ആദ്യം ഞാൻ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Margin requirements refers to the minimum amount of capital that traders must deposit with their broker to enter and maintain a derivative position. These requirements help manage risk and ensures that traders have sufficient funds to cover potential losses. അതായത് നമ്മൾ ഈ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ, ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ നമ്മുടെ ബ്രോക്കർ ആരാണോ ആ ബ്രോക്കറിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഡെറിവേറ്റീവ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റിസ്ക്. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ ട്രേഡേഴ്സ് എന്താ പറയുക, ടു കവർ ദ പൊട്ടൻഷ്യൽ ലോസസ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ആ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് മാർജിൻസ് ആണ് നമുക്കുള്ളത്? ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ, വേരിയേഷൻ മാർജിൻ, എക്സ്പോഷർ മാർജിൻ, സ്പാൻ മാർജിൻ. ഇനീഷ്യൽ മാർജിൻ പേരിൽ തന്നെ ഉണ്ട്, മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് ടു ഓപ്പൺ എ പൊസിഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ഓർ ഓപ്ഷൻസ്. ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും നമുക്കൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൊരു മിനിമം എമൗണ്ട്, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ മാർജിൻ. ഇത് ഇറ്റ് ഈസ് ആക്ട് ആസ് എ ഗുഡ് ഫെയ്ത്ത് ഡെപ്പോസിറ്റ് ടു കവർ പൊട്ടൻഷ്യൽ ലോസസ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എക്സ്ചേഞ്ചസ് ഫോർ ഫ്യൂച്ചേഴ്സ് ഓർ ബ്രോക്കേഴ്സ് ഫോർ ഓപ്ഷൻസ്. അപ്പോൾ ഈ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ ശരിക്കും ഫ്യൂച്ചറിനും ഓപ്ഷനുമാണ് ആവശ്യം. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കേസിൽ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ്ചേഞ്ചും, ഓപ്ഷൻ്റെ കേസിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ബ്രോക്കേഴ്സുമാണ്. ഇതിനെ നമ്മൾ, അല്ലെങ്കിൽ ഇതൊരു ഗുഡ് ഫെയ്ത്ത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം ഡെപ്പോസിറ്റാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഫ്യൂച്ചറിലും ഓപ്ഷനിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം ഡെപ്പോസിറ്റ് ഒരു ഗുഡ് ഫെയ്ത്ത് ഡെപ്പോസിറ്റാണ്. ഇൻ കേസ് ഓഫ് ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ എക്സ്ചേഞ്ച്, ആൻഡ് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ബ്രോക്കേഴ്സ്. നെക്സ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് മാർജിനാണ്. മെയിൻ്റനൻസ് എല്ലാം നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ദ മിനിമം ബാലൻസ് ദാറ്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ മാർജിൻ അക്കൗണ്ട്. നമ്മുടെ ആ മാർജിൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ബാലൻസ് ആണ്. ഇഫ് ദ അക്കൗണ്ട് ബാലൻസ് ഫോൾസ് ബിലോ ദിസ് ലെവൽ എ മാർജിൻ കോൾ ഈസ് ട്രിഗേർഡ്. അപ്പോൾ ഈ മിനിമം ബാലൻസിൽ നിന്ന് നമുക്ക് പോയാൽ, താഴത്തേക്ക് പോയാൽ പിന്നെ നമ്മളത് ആ മിനിമം ബാലൻസ് എത്തിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് പറഞ്ഞാൽ ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മാർജിൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാലൻസാണ് മെയിൻ്റനൻസ് ബാലൻസ്. അതിൽ നിന്നും താഴത്തേക്ക് പോയാൽ, മെയിൻ്റനൻസ് മാർജിന് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ബാലൻസിൽ നിന്നും താഴത്തേക്ക് പോയാൽ നമ്മൾ വീണ്ടും ആ ബാലൻസിലേക്ക് എത്തിക്കണം. അതിനാവശ്യമായിട്ട് നമ്മൾ മാർജിൻ കോൾ നടത്തണം. ഇനി അടുത്തത് എന്താണ്? വേരിയേഷൻ മാർജിനാണ്. വേരിയേഷൻ മാർജിൻ മീൻസ് ദ അഡീഷണൽ എമൗണ്ട് റിക്വയർഡ് ടു ബി ഡെപ്പോസിറ്റഡ് ഇഫ് ലോസസ് റിഡ്യൂസ് ദ മാർജിൻ ബാലൻസ് ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ. അതായത് ഇപ്പോൾ നമ്മൾ ആ മെയിൻ്റനൻസ് മാർജിൻ്റെ താഴത്തേക്ക് എന്തെങ്കിലും ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ്റനൻസ് മാർജിൻ്റെ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പോകുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു അഡീഷണൽ എമൗണ്ട് റിക്വയർഡ് ടു ബി ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വേരിയേഷൻ വരുന്ന സമയത്ത്
നമ്മൾ അഡീഷണൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത്. ശരിക്കും മെയിൻ്റനൻസ് മാർജിൻ്റെ താഴത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മൾ അഡീഷണൽ എമൗണ്ട് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ആ അഡീഷണൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത്. ഇനി ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്, ഇനീഷ്യൽ മാർജിനും മെയിൻ്റനൻസ് മാർജിനും വേരിയേഷൻ മാർജിനും. പിന്നെ ചില മാർക്കറ്റിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള മാർജിനാണ് പറയുന്നത് എക്സ്പോഷർ മാർജിൻ, എക്സ്ട്രാ മാർജിൻ ടു കവർ പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ബിയോണ്ട് ഇനീഷ്യൽ മാർജിൻ കാൽക്കുലേഷൻ. അതായത് നമ്മുടെ അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാർജിനാണ്, ഒരു എക്സ്ട്രാ മാർജിനാണ് എക്സ്പോഷർ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പാൻ മാർജിനാണ്, യൂസ്ഡ് ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ടു കാൽക്കുലേറ്റ് റിസ്ക് ബേസ്ഡ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. റിസ്ക് ബേസ്ഡ് മാർജിൻ റിക്വയർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർജിനാണ് എന്താ പറയുക, സ്പാൻ മാർജിന്. ദാറ്റ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് വൊളാറ്റിലിറ്റി ആൻഡ് പോർട്ട്ഫോളിയോ റിസ്ക്. അപ്പോൾ അവിടെ റിസ്ക്കും കൂടെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മാർജിനാണ് സ്പാൻ മാർജിൻ. എക്സ്പോഷർ മാർജിൻ എന്ന് പറയുമ്പോൾ ഒരു അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ്സും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എക്സ്പോഷർ മാർജിൻ. വേരിയേഷൻ മാർജിൻ എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് മാർജിനിൽ നിന്നും താഴേക്ക് പോയാൽ ആ ഒരു എമൗണ്ട് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമായിട്ട് വരും. അതിനെ വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ്സിൻ്റെ കീ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. മാർജിൻ റിക്വയർമെൻറ്റ്സ് വാരി അക്രോസ് എക്സ്ചേഞ്ചസ് ആൻഡ് അസറ്റ് ക്ലാസ്സസ്. എക്സ്ചേഞ്ചിനനുസരിച്ചിട്ടും അസറ്റ് ക്ലാസ്സസിനനുസരിച്ചിട്ടും മാർജിൻ റിക്വയർമെൻറ്റ്സ് വാരി ചെയ്യുന്നു. പിന്നെന്താണ്, ഹയർ വൊളാറ്റിലിറ്റി അസറ്റ്, നല്ല ചേഞ്ച് വരുന്ന അസറ്റുകൾക്ക് ഹയർ മാർജിൻ ആവശ്യമാണ്. ബ്രോക്കർ മേ സെറ്റ് ഹയർ മാർജിൻ റിക്വയർമെൻറ്റ്സ് ദെൻ എക്സ്ചേഞ്ച് മിനിമംസ്. അതായത് ബ്രോക്കേഴ്സ് ഹയർ മാർജിൻ റിക്വയർമെൻറ്റ്സ് സെറ്റ് ചെയ്യും എക്സ്ചേഞ്ചിനേക്കാൾ. പിന്നെ മാർജിൻ ട്രേഡിംഗ് ക്യാൻ ആംപ്ലിഫൈ ബോത്ത് ഗെയിൻസ് ആൻഡ് ലോസസ്. ഗെയിൻസും ലോസസും എന്താ പറയുക, നമുക്ക് രണ്ടും കൂടെ ഒന്ന് ബോത്ത് ഗെയിൻസ് ആൻഡ് ലോസസ് രണ്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ടും എന്താ പറയുക ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് മാർജിൻ ട്രേഡിങ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഒരു മാർജിൻ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിൽ നിന്നും, അതായത് ഗെയിനും കിട്ടാൻ സാധ്യത കൂടുതലാണ്, അതേപോലെ തന്നെ ലോസ് കുറയ്ക്കാനും സാധ്യത കൂടുതലാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഇനീഷ്യൽ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ലോസ് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി അഥവാ ലോസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സിറ്റുവേഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്ത ടോപ്പിക്ക് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കംപ്ലീറ്റിംഗ് എ ട്രേഡ് ബൈ ഫുൾഫില്ലിംഗ് ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. In derivatives trading, settlement occurs either physically or in cash based on the contract type and exchange rules. സെറ്റിൽമെൻറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ സെറ്റിൽമെൻറ്റ്. ഒന്നെങ്കിൽ ഫിസിക്കൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാഷ് സെറ്റിൽ ചെയ്തിട്ടോ, അതായത് കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ പറയുന്നത്, എക്സ്ചേഞ്ച് റൂൾസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടത്തുക. അതിനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന്, സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഈസ് സിംപ്ലി ഇസ് ദ പ്രോസസ് ഓഫ് കംപ്ലീറ്റിംഗ് എ ട്രേഡ്. രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്, ക്യാഷ് സെറ്റിൽമെൻറ്റും ഫിസിക്കൽ സെറ്റിൽമെൻറ്റും. അതായത് ക്യാഷ് സെറ്റിൽമെൻറ്റിൻ്റെ പ്രത്യേകതകൾ: നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്, the difference between the contract price and the market price at expiry is settled in cash, common in index futures, options and certain commodities.
അതായത് ഫിസിക്കൽ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ് ക്യാഷ് സെറ്റിൽമെൻറ്റിൽ നടക്കുന്നില്ല. കോൺട്രാക്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യാണ്, ആ എക്സ്പയറി സമയത്ത് സെറ്റിൽ ചെയ്യുന്നു, ഇൻ ക്യാഷ് ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. അവിടെ ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് നടക്കുന്നത്, അവിടെ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് നടക്കുന്നില്ല. പിന്നെ ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ദ ആക്ച്വൽ അണ്ടർലൈങ് അസറ്റ് ഈസ് ഡെലിവേർഡ് അപ്പോൺ കോൺട്രാക്ട് എക്സ്പയറി. ഫിസിക്കൽ സെറ്റിൽമെൻറ്റിൽ എന്താണ്, ആ എക്സ്പയറി ഡേറ്റിൽ ആക്ച്വൽ അണ്ടർലൈങ് അസറ്റ് നമ്മൾ ഡെലിവർ ചെയ്യുന്നു. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും എവിടെ ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ സെറ്റിൽമെൻറ്റിൽ. കോമൺ ഇൻ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് സ്റ്റോക്ക് ഡെറിവേറ്റീവ്സ്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഡെറിവേറ്റീവ്സിലുമാണ് ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. നമ്മൾ എന്താണോ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് അത് ഫിസിക്കൽ സെറ്റിൽമെൻറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ക്യാഷ് സെറ്റിൽമെൻറ്റിൽ അത് ഫിസിക്കൽ ഡെലിവറി നടക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ അത് എന്താ പറയുക, ആ കോൺട്രാക്റ്റ് ക്യാഷ് വഴി സെറ്റിൽ ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള സെറ്റിൽമെൻറ്റാണ് നടക്കുന്നത്. ഇനി ഈ സെറ്റിൽമെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ടൈം ലൈൻസാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രേഡ് ഡേറ്റ് ഉണ്ടാവും, അതിന്ന് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തും. പിന്നെ സെയിം ഡേ സെറ്റിൽമെൻറ്റ്, പറഞ്ഞ ഡേറ്റിന് തന്നെ നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്താം. എക്സ്പയറി ഡേറ്റ് സെറ്റിൽമെൻറ്റ് പറയുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്ട് സെറ്റിൽ ഓൺ ദ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഓഫ് ദ കോൺട്രാക്റ്റ്. അങ്ങനെ 3 തരത്തിലാണ് സെറ്റിൽമെൻറ്റ് ടൈം ലൈൻസ് വരുന്നത്. അതായത് നമ്മൾ ട്രേഡ് ഡേറ്റിൽ നിന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റിൽമെൻറ്റ് നടത്താം, സെയിം ഡേറ്റിന് സെറ്റിൽമെൻറ്റ് നടത്താം, എക്സ്പയറി ഡേറ്റിൻ്റെ അന്നും സെറ്റിൽമെൻറ്റ് നടത്താം. ഇനി ഈ സെറ്റിൽമെൻറ്റ് മെക്കാനിസം അതെങ്ങനെയാണ് നടക്കുന്നത്, അത് എക്സ്ചേഞ്ച് ക്ലിയറിംഗ് ഹൗസസ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറ്റ്സ് ടു എൻഷുർ സ്മൂത്ത് സെറ്റിൽമെൻറ്റ്. നമ്മുടെ ക്ലിയറിംഗ് ഹൗസസ് ഉണ്ടല്ലോ, അവർ ഈ സെറ്റിൽമെൻറ്റ് സ്മൂത്തായിട്ട് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സെറ്റിൽമെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻ്റ് ആണ്. ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് ആർ അഡ്ജസ്റ്റഡ് ഡെയിലി ബേസ്ഡ് ഓൺ ദ പ്രൈസ് ചേഞ്ചസ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് ഈ മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. അവിടെ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഡെയിലി പ്രൈസ് ചേഞ്ചസ് നോക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തുകയാണ് മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റിൽ. ആ മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എന്തിൻ്റെ പ്രത്യേകതയാണ്, ഫ്യൂച്ചർ പൊസിഷൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഡെയിലി സെറ്റിൽമെൻറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റിൽ. ഇനി ഫൈനൽ സെറ്റിൽമെൻറ്റ്, ദ ലാസ്റ്റ് സെറ്റിൽമെൻറ്റ് വെൻ ദ കോൺട്രാക്റ്റ് എക്സ്പയേഴ്സ്. കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന സെറ്റിൽമെൻറ്റാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ലോട്ട് സൈസ് ഇൻ ഡെറിവേറ്റീവ് ട്രേഡിങ്സ്. ലോട്ട് സൈസ് ഇൻ ഡെറിവേറ്റീവ് ട്രേഡിംഗ്. എന്താണ് ലോട്ട് സൈസ്? ലോട്ട് സൈസ് റിഫേഴ്സ് ടു ദ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് ഇൻ എ സിംഗിൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്. ഒരു സിംഗിൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലുള്ള ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റിനെയാണ്, ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റിനെയാണ് നമ്മൾ ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് ഇവിടെ എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോട്ട് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് ദ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി ബോട്ട് ഓർ സോൾഡ് ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഇപ്പോൾ 100 ഷെയർ അല്ലെങ്കിൽ 50 കിലോ എന്നൊക്കെ പറയുന്ന ആ യൂണിറ്റ്, ഓരോ കോൺട്രാക്റ്റിൽ വരുന്ന യൂണിറ്റ്. ഇനി ഈ ലോട്ട് സൈസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. ഇറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ബൈ എക്സ്ചേഞ്ച്. ലോട്ട് സൈസ് ആർ സെറ്റ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു എൻഷുർ യൂണിഫോം ട്രേഡിംഗ്. ലോട്ട് സൈസ് തീരുമാനിക്കുന്നത് ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് ഒരു യൂണിഫോം ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവരതങ്ങനെ തീരുമാനിച്ച് വയ്ക്കുന്നത്. ദേ വാരി ഫോർ ഡിഫറെൻറ്റ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്സ്, ഇൻഡിസസ് ആൻഡ് കമ്മോഡിറ്റീസ്. ഇത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് തീരുമാനിക്കുന്നത് ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കമ്മോഡിറ്റി മാർക്കറ്റ് എക്സ്ചേഞ്ച് ഒക്കെ എന്ന് പറയുന്ന എക്സ്ചേഞ്ചുകളാണ് ഈ എന്താ പറയുക ലോട്ട് സൈസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 50 യൂണിറ്റ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 250 ഷെയർസ്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 1 kg എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോട്ട് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ലോട്ട് സൈസിൻ്റെ? എഫക്ട്സ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ലാർജർ ലോട്ട് സൈസ് ഹയർ മാർജിൻ. പിന്നെ ലോട്ട് സൈസ് കൂടുന്തോറും ഹയർ മാർജിൻ ആവശ്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻസ് കോൺട്രാക്റ്റ് വാല്യൂ, അതായത് കോൺട്രാക്റ്റിൻ്റെ ലോട്ട് സൈസ് ഇൻറ്റു പ്രൈസ്, കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ലോട്ട് സൈസ് സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസസ് ലിക്വിഡിറ്റി. സ്മോളർ ലോട്ട് സൈസ് മേക്ക് ട്രേഡിംഗ് മോർ ആക്സസബിൾ. നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ സ്മോളർ ലോട്ട് സൈസുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി റെഗുലേറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എക്സ്ചേഞ്ച് മേ റിവൈസ് ലോട്ട് സൈസസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ടു എൻഷുർ മാർക്കറ്റ് സ്റ്റെബിലിറ്റി. പ്രൈസ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ട് ലോട്ട് സൈസ് റിവൈസ് ചെയ്യാൻ ആര് ചെയ്യുന്നുണ്ട്? അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എന്തിനെ കുറിച്ചിട്ടാണ്? ലോട്ട് സൈസിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പേ ഓഫുകളാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. OTCയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അണ്ടർലൈങ് അസറ്റൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത ടോപ്പിക്ക് പേ ഓഫ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ്. ഓപ്ഷൻ കോൺട്രാക്ട്സിലെ പേ ഓഫ് എങ്ങനെയാണ്? ഫ്യൂച്ചർ കോൺട്രാക്ട്സിലെ പേ ഓഫ് എങ്ങനെയാണ്? പിന്നെ ഫോർവേഡ് കോൺട്രാക്റ്റിലെ പേ ഓഫ് എങ്ങനെയാണ്? ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പേ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ആണ് പറയുന്നത്. The payoff for an option contract depends on whether it is a call or put and the price of the underlying asset at expiration. ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ പേ ഓഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊരു കോൾ ഓപ്ഷനാണോ, പുട്ട് ഓപ്ഷനാണോ, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പേ ഓഫ്. പേ ഓഫ് ഹിയർ മീൻസ് റിട്ടേൺ, പ്രോഫിറ്റ് ഓർ ലോസ് എന്നതാണ് പേ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ കേസിൽ if the underlying assets price is above the strike price at expiration, the payoff is the difference between the asset price and strike price. If below, the payoff is 0. അതായത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അപ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ബൈ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു സാധനം വാങ്ങുക? ഇപ്പോൾ ഗോൾഡൻ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയിട്ട് വാങ്ങും അല്ലേ? അങ്ങനെ വാങ്ങുമ്പോഴല്ലേ നമുക്ക് ലാഭം ഉണ്ടാവുക. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അസറ്റിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന, സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കവിടെ അത് നമ്മൾ പോയി വാങ്ങിയാൽ നമുക്കവിടെ എന്ത് കിട്ടും? നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, ഇനി അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമ്മുടെ പേ ഓഫ് 0 ആണെന്നാണ് നമ്മൾ പറയുക. അതായത് 0 എന്ന് പറയാൻ കാരണം നമ്മളവിടെ ആ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല, അത് വാങ്ങാൻ ശ്രമിക്കില്ല. അപ്പോൾ നമുക്കൊരു പേ ഓഫ് അവിടെ എന്താണ്? 0 ആണ്. എപ്പോഴാണ് നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങുക? അതിൻ്റെ വില നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളത് പോയി വാങ്ങുമ്പോൾ നമുക്ക് പേ ഓഫ് ഉണ്ടായിരിക്കും. വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല, ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടില്ല. അപ്പോൾ നമ്മുടെ പേ ഓഫ് 0 ആയിരിക്കും. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസിൽ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു സെല്ലാണ്, വിൽക്കാനുള്ള അവകാശമാണ് അല്ലേ? റൈറ്റ് ടു സെൽ. അപ്പോൾ നമ്മളൊരു സാധനം എപ്പോഴാണ് വിൽക്കുക? ഒരു സാധനം നമ്മൾ വിചാരിച്ച വിലയിനേക്കാൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മൾ എഗ്രി ചെയ്ത വിലയിനേക്കാൾ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മളത് പോയിട്ട് വിൽക്കും. കാരണം നമ്മൾ ഉറപ്പിച്ച വില എത്രയാണ്? ഉറപ്പിച്ച വില നമ്മൾ എക്സാമ്പിൾ പറയണ 1000 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കാമെന്ന് ഉറപ്പിച്ചു അല്ലേ? അപ്പോൾ അതിങ്ങനെ ആ വില 900 ആയി, 800 ആയി, 700 ആയി എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ പോയിട്ട് 1000-ന് പോയിട്ട് വിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ലാഭം കിട്ടും അല്ലേ? ഇനി ഈ സെയിം സാധനം 1100, 1200, 1300 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വിൽക്കുമോ? സാധനം വിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കവിടെ ലാഭം കിട്ടില്ല.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിൻ്റെ പ്രൈസിനും അടിസ്ഥാനത്തിലാണ് പേ ഓഫ് വരുന്നത്. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഓപ്ഷൻ വാങ്ങാൻ ശ്രമിക്കുക. പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എക്സസൈസ് ചെയ്യുക അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇനി അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്, ഓപ്ഷൻ കോൺട്രാക്ട്സ് ക്യാൻ സെറ്റിൽ ഐദർ ഇൻ ക്യാഷ് ഓർ ബൈ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ്. ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ഒന്നെങ്കിൽ ക്യാഷ് വഴിയോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ് വഴിയാണോ ചെയ്യാറ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പേ ഓഫ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്സ് ആണ്. ഓക്കെ, the payoff of a forward contract is the difference between the agreed upon price and the market price of the underlying asset of the contract's maturity. It is the bilateral agreement and the party with a favorable position receives the payoff. ഇവിടെ പറയുന്നത് agreed upon പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പേ ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് ആയാലും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആയാലും ഓപ്ഷനൊക്കെ ആയാലും നമുക്ക് ഫേവറബിൾ പൊസിഷൻ ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് പേ ഓഫ് കിട്ടുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോഴാണ് നമ്മുടെ ഫേവറബിൾ പൊസിഷൻ ആണെങ്കിൽ നമ്മളത് കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്തിട്ട് പേ ഓഫ് കിട്ടും. പ്രൈസ് കുറയുന്ന സമയത്താണ് നമുക്ക് ഫേവറബിൾ പൊസിഷൻ വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, പേ ഓഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ടിപ്പിക്കലി സെറ്റിൽഡ് ത്രൂ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അസറ്റ് ബട്ട് ദേ ക്യാൻ ഓൾസോ ബി ക്യാഷ് സെറ്റിൽഡ് ഇഫ് സ്പെസിഫൈഡ് ഇൻ ദ അഗ്രിമെൻറ്റ്. സാധാരണഗതിക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അസറ്റ് ആണ്. അല്ല, ഇനി എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ എഗ്രിമെൻറ്റിലുണ്ടെങ്കിൽ അത് എങ്ങനെയും നടത്താം, ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്താം എന്നതാണ് ഫോർവേഡിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് പറയുന്നത് പേ ഓഫ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ്. ഫ്യൂച്ചറിൻ്റെ കേട്ടോ. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഇൻവോൾവ്സ് ഡെയിലി മാർക്ക് ടു മാർക്കറ്റ് where profits and losses are realized each day based on the movement of the underlying assets prices. അതായത് ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് ടു മാർക്കറ്റ് ആണ്. അവിടെ നമ്മൾ ഡെയിലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പൊസിഷൻ നോക്കിയിട്ട് സെറ്റിൽമെൻറ്റ് നടത്തുന്നു. അറ്റ് എക്സ്പയറേഷൻ ദ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് അണ്ടർലൈങ് അസറ്റ്സ് പ്രൈസ്. എക്സ്പയറേഷൻ ഡേറ്റിലാണ് ഫ്യൂച്ചർ പ്രൈസിൻ്റെയും അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസിൻ്റെയും ഡിഫറൻസിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ്, ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. നമ്മൾ ഇതേപോലെ തന്നെയാണ് ഫേവറബിൾ പൊസിഷൻ നോക്കിയിട്ടാണ് ഡെയിലി സെറ്റിൽമെൻറ്റും നടത്തുക. പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ലോസ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് അവിടെ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിൽ സെറ്റിൽമെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, പേ ഓഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്കൊരു പോർഷനും കൂടെ ഇവിടെ കവർ ചെയ്യാനുണ്ട്. ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് ത്രൂ ഡെറിവേറ്റീവ്സ്. എന്താണ് ഹെഡ്ജിങ്? ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ് ഓർ സ്വാപ്സ് ടു മാനേജ് ഓർ റിഡ്യൂസ് ദ റിസ്ക് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ആൻ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് മുഖാന്തരമുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഫോർവേഡ്സും സ്വാപ്സും ഒക്കെ ഉപയോഗിക്കുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗോൾ ഈസ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് മൂവ്മെൻറ്റ്സ് ഇൻ അസറ്റ് പ്രൈസസ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓർ കറൻസീസ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അഡ്വേഴ്സ് മൂവ്മെൻറ്റ്സ്, അസറ്റ് പ്രൈസിലുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള കറൻസീസിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സിനെതിരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ജിങ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഫോർവേഡ്സും സ്വാപ്സും പോലുള്ള കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെ നിയന്ത്രിക്കുന്നു. അതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ബിസിനസ്സസ് ടു ലോക്ക് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റീസ് ദ നീഡ് ടു ബൈ ഓർ സെൽ ഇൻ ദ ഫ്യൂച്ചർ, പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം പ്രൈസ് വൊളാറ്റിലിറ്റി. ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് ഈ ഹെഡ്ജിങ് എന്നുള്ള സംഭവം ചെയ്യുന്നത്? ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ബിസിനസ്സസ് ടു ലോക്ക് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റീസ്. അവിടെ നമ്മൾ ഡെയിലിയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്രൈസിനെ അവിടെ ലോക്ക് ചെയ്യുന്നു.
എന്താ പറയുക, ലോക്ക് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ദേ നീഡ് ടു ബൈ ഓർ സെൽ ഇൻ ദ ഫ്യൂച്ചർ പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം പ്രൈസ് വൊളാറ്റിലിറ്റി. അതായത് പ്രൈസ് ചേഞ്ചസിനെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ പ്രൈസിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ആ പറഞ്ഞ പ്രൈസിന് വാങ്ങുക അല്ലെങ്കിൽ പറഞ്ഞ പ്രൈസിന് വിൽക്കുക. അവിടെ ലോക്കിങ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷൻസിൽ എങ്ങനെയാണ്, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ an asset at a set price offering flexibility and limiting potential losses. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, അസറ്റ് അല്ലെങ്കിൽ വാങ്ങാനോ വിൽക്കാനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസിൽ അത് വാങ്ങാനും വിൽക്കാനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ്ജിങ് നടത്തുന്നത്. ഇനി ഫോർവേഡ്സിലും കറൻസി ഫോർവേഡ്സിലും സ്വാപ്സും can help business hedge against exchange rate risk in international transactions. അതുപോലെ തന്നെ സ്വാപ്സും കറൻസി ഫോർവേഡ്സിലൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിലുള്ള എക്സ്ചേഞ്ച് റിസ്ക് അതിനെതിരെ അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറൻസി ഫോർവേഡ്സിലും സ്വാപ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ്ജിങ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ റിസ്ക് കുറയ്ക്കലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ്ജിങ് ത്രൂ ഡെറിവേറ്റീവ്സ് ഡസ് നോട്ട് എലിമിനേറ്റ് റിസ്ക് കംപ്ലീറ്റ്ലി ബട്ട് ഹെൽപ്സ് ടു മാനേജ് ഇറ്റ് ബൈ ഓഫ്സെറ്റിംഗ് പൊട്ടൻഷ്യൽ ലോസസ് ഇൻ ദ അണ്ടർലൈങ് അസറ്റ് വിത്ത് ഗെയിൻസ് ഫ്രം ദ ഡെറിവേറ്റീവ് പൊസിഷൻസ്. അപ്പോൾ ഹെഡ്ജിങ്ങിൻ്റെ അർത്ഥം എലിമിനേഷൻ ഓഫ് റിസ്ക് എന്നല്ല, എന്താണ്, ഓഫ്സെറ്റിംഗ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ റിസ്ക്. നമ്മൾ റിസ്ക് കുറയ്ക്കുക എന്നതാണ്, ഗെയിന് കിട്ടിയിട്ട് റിസ്ക് കുറയ്ക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് നഷ്ടമാണെങ്കിൽ അടുത്ത സ്ഥലത്ത് നമുക്ക് ഗെയിന് കിട്ടിയിട്ട് നമ്മുടെ നഷ്ടത്തിൻ്റെ ലിമിറ്റ് കുറയ്ക്കുക എന്നതാണ് ഇവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹെഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഡെറിവേറ്റീവ്സ് എന്നുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.